ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച് തൊട്ട് ഗ്രാൻഡ് ഫൈനൽ വരെ ഒരു ഷെഡ്യൂളിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള വ്യക്തമായ പ്ലാൻ ഇതിന്റെ പിന്നണിയിലുള്ള ആളുകൾക്കുണ്ട്. ഈ പറയുന്ന അവിടുത്തെ മത്സരാർത്ഥികൾ തമ്മിലുള്ള കോൺവെർസേഷൻ, അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ, അത് ഏതൊക്കെ തരത്തിൽ പുറത്തേക്ക് വിടണമെന്നും അത് ആരുടെയൊക്കെ ലൈഫിനെ ജനങ്ങളുടെ ഇടയിൽ ഇട്ടുകൊടുത്ത് കുറച്ചും കൂടി ഒന്ന് ലൈവ് സ്ട്രീമിൽ നിർത്താമെന്നുള്ള വ്യക്തമായ പ്ലാൻ അവരുടെ ബിസിനസ്സിനകത്ത് കറക്റ്റ് അവർ കാണിക്കും. അത് നമുക്ക് എല്ലാ സീസണിലും നമ്മൾ കണ്ടതാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു കാൻഡിഡേറ്റ് അകത്ത് പ്രവേശിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് പുറത്തുള്ള അവരുടെ നല്ല ജനപങ്കാളിത്തവും അവർക്കായിട്ട് കൊണ്ട് പേഴ്സണലി ഉണ്ടായിരുന്ന ഫാൻസ് ബേസ് പോലും ഒരു നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം അവർക്കെതിരെ തിരിയുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി പബ്ലിക് ഇടത്ത് നല്ല രീതിയിൽ കോൺട്രവേഴ്സികൾ കൊണ്ട് നിറഞ്ഞ ഒരാളാണ്. തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടായാലും തന്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടായാലും ഒരുപാട് കാര്യങ്ങളിൽ കോൺട്രവേഴ്സികൾ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ബിഗ് ബോസ്, അല്ലാതെ ക്വാളിറ്റി കൊണ്ടോ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് കൊണ്ടോ അല്ല ഈ പറയുന്ന രേണു സുധീനെ ബിഗ് ബോസിലേക്ക് എടുത്തത്.